ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മുമ്പാകെ മുനമ്പം ജനത സമർപ്പിക്കുന്ന കത്ത് എന്ന പേരിൽ ഒരു കത്ത്, തുറന്ന കത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതായത് മുനമ്പം സമരം ആരംഭിച്ച് 51-ാം ദിവസം, 51 നമ്മൾ കേട്ടിട്ടുള്ള 51 വെട്ടാണ്. 51 വെട്ട് മുനമ്പം ജനതയ്ക്ക് കൊടുത്ത പോലെയാണ് പ്രതിപക്ഷത്തിൻ്റെ ജില്ലയിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും ഉൾപ്പെടെ IB-യുടെ MP-യും ഇവിടുത്തെ ഷിയാസ് DCC പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ സന്ദർശനം നടത്തി. സതീശൻ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ മുസ്ലിം സംഘടനകളൊക്കെ എതിർക്കുകയാണ്. ലീഗിൻ്റെ ഒരു അഴകുഴമ്പ നിലപാടാണ്. പക്ഷേ അവിടെ എത്തിയിട്ട് നിങ്ങളെ ആരും ഇറക്കിവിടില്ല, 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയും എന്ന് സതീശൻ പറയുന്നുണ്ട്. ഈ 10 മിനിറ്റ് എന്താണെന്ന് സതീശൻ പറഞ്ഞിട്ടില്ല, എന്താണ് ഫോർമുല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മുനമ്പത്തെ ജനങ്ങൾ ഈ തുറന്ന കത്തിൽ 4-5 പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എനിക്ക് തോന്നിയത് ഞാൻ സാറിൻ്റെ ശ്രദ്ധയിലൊന്ന് പറയാം. അതായത് ഇവിടെ ഒന്ന് എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചല്ലോ, അവിടെ നിങ്ങൾ ആരും വഖഫ് ആക്ടിനെ കുറിച്ച് പറഞ്ഞില്ല. യഥാർത്ഥ പ്രശ്നം വഖഫ് ആക്ട് തന്നെയാണ്. വഖഫ് ആക്ടിലെ ഈ വ്യവസ്ഥ മൂലമാണ് ഞങ്ങൾ ഈ പ്രതിസന്ധി നേരിടുന്നത്. മുനമ്പം ഭൂമി പ്രശ്നം നിലവിലെ വഖഫ് ആക്ട് മൂലമുണ്ടായ ഒരു പ്രതിസന്ധിയാണെന്ന് ഞങ്ങൾ ഉൾപ്പെടുന്ന പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഞങ്ങളുടെ ഈ ദുരിതം വഖഫ് ആക്ട് മൂലമല്ല എന്ന മുരട്ടുവാദം ഉന്നയിച്ച് താങ്കൾ ഈ ജനതയെ വഞ്ചിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും വൈറ്റലായിട്ട് അവർ ഈ കത്തിലെ 5 പോയിന്റുകളിൽ ഒന്നായിട്ട് ഞാൻ കണ്ടത്. കാരണം അവിടെ വന്നിട്ട് പ്രശ്നം പരിഹരിക്കും, നിങ്ങളെ ആരെയും കുടിയൊഴിപ്പില്ല, സർക്കാർ 10 മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് പറയുന്നു. പക്ഷെ വഖഫ് നിയമത്തിലെ ഈ വ്യവസ്ഥ പ്രകാരമാണ് ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അത് മാറണ്ടേ എന്ന ചോദ്യമാണ് അവർ വീണ്ടും മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഈ കത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. സാറിൻ്റെ ഒരു നിരീക്ഷണം എന്താണ്? സാറ് പറഞ്ഞ പോലെ ഈ വഖഫ് ആക്ട് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ, അല്ലാതെ വേറെ മറ്റു കാര്യങ്ങൾ അഴകുഴമ്പൻ രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതേക്കുറിച്ച് വഖഫ് എന്നുള്ള വാക്ക് പോലും കോൺഗ്രസ്സുകാർ മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കത്ത് ദിവസങ്ങളിൽ കൊടുത്തിരിക്കുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന സ്ഥലത്ത് ഇപ്പം 3 വർഷമായിട്ട് ഞങ്ങൾ ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുകയാണ്. കാരണം ഇത് ഭൂമി കൊണ്ട് ഞങ്ങൾക്കൊരു ഉപയോഗം ഇല്ലാത്ത അവസ്ഥയാണ്. ഈ പുറമ്പോക്കിൽ താമസിക്കുന്ന പോലെയുള്ള അവസ്ഥയാണ് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ചിട്ട്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡ് തന്നെ പറയണം ഇത് ഞങ്ങളുടെ ഭൂമിയല്ല. അതാണ് അതിനുള്ള അൾട്ടിമേറ്റ് പരിഹാരം. അത് മാത്രമാണ് സൊല്യൂഷൻ. അതെ. പക്ഷേ ആ സൊല്യൂഷനിലേക്ക് ആരും അടുക്കുന്നില്ല. പിന്നെ VD സതീശനോട് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്, അങ്ങ് മാത്രമാണ്, അതായത് VD സതീശൻ മാത്രമാണ് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നത്. അതെ, അതിന് നന്ദിയുണ്ട്. അതെ, നന്ദിയുണ്ട്. ബാക്കി നേതാക്കന്മാർ പോലും ഒക്കെ ആണെങ്കിൽ അതുപോലും പറയുന്നില്ല. പക്ഷേ ഈ പ്രഖ്യാപനം വളരെ ആശാവഹമാണെങ്കിലും ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഓൾ ഇന്ത്യ ലെവലിൽ വഖഫ് ബോർഡിൻ്റെ രീതികളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയിലാണ്. അതേക്കുറിച്ച് കത്തി പറയുന്നത് ഞാൻ വായിക്കാം. അതായത് 2ാമത്തെ പോയിന്റാണ്, ഇന്ത്യയിൽ നിലവിലെ വഖഫ് ആക്ട് മൂലം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളോട് എന്താണ് താങ്കളുടെ പ്രസ്ഥാനത്തിൻ്റെ നിലപാട്? കോൺഗ്രസിന് ഉത്തരവില്ല. അഥവാ നിലവിലെ വഖഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധവും മതേതരത്വ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ താങ്കളുടെ പാർട്ടി നിലപാടെടുക്കുമോ? കൃത്യമായി പറഞ്ഞാൽ വഖഫ് ആക്ട് അമെൻഡ് ചെയ്യാൻ കൂടുന്ന പാർലമെന്റ് സെഷനുകളിൽ കേരള UDF MP-മാരുടെ നിലപാട് എന്തായിരിക്കും? പ്രതിപക്ഷ നേതാവേ എന്നാണ് ചോദിക്കുന്നത്. മൗലികമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം ഉണ്ടാവില്ല. ഉത്തരം പ്രതീക്ഷിച്ച് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഉത്തരം പറയാൻ അവർക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള നിയമസഭയിൽ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, 140-ലും 140 പേരും ഈ അമെൻമെൻറ്റിനെതിരായിട്ടാണ് നിലകൊണ്ടത്. പിന്നെ പാർലമെൻറ്റിലാണ് ഈ ഹൈബി-ഈഡൻ ആദ്യത്തെ പ്രാവശ്യം ചർച്ച നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അമെൻമെൻറ്റ് പാടില്ല, ഒന്നും മാറ്റരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ചർച്ച നടന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ചാടി കയറിയിട്ട് പറഞ്ഞാൽ നമുക്ക് മണിപ്പൂരിനെ പറ്റി ചർച്ച ചെയ്യണമെന്നോ. അപ്പോൾ മണിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് ഹെറിംഗ് എന്ന് പറയുന്ന പോലെ ശ്രദ്ധ തിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണത്. അദ്ദേഹം ഈ വിഷയം ടച്ച് ചെയ്യാതെയാണ് നടക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകം എടുത്തു ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ചോദ്യം ചോദിക്കുന്നത് 10 മിനിറ്റിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ഫോർമുല എന്താണ്? അതെ ഞങ്ങൾക്കും കൂടി ഒന്ന് അറിയണമല്ലോ. അത് കേരളത്തിലെ ഓരോ പൗരനും അറിയാൻ അവകാശമുണ്ടെന്ന് പറയുന്നുള്ളതാണ്. അപ്പോൾ ഇത് 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മാൻഡ്രേക്കിന്റെ മാന്ത്രിക വിദ്യ പോലെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതിനകത്ത് 3ാമത്തെ പോയിന്റ് ആയിട്ടാണ് ഈ 10 മിനിറ്റ് പറയുന്നത്. അതിലിങ്ങനെ സാറ് പറഞ്ഞ പോയിന്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് അത്തരമൊരു കാര്യം ഒരു അടിയന്തര പ്രമേയമായി
അവതരിപ്പിക്കാൻ താങ്കൾക്ക് കഴിയാതെ പോയത്? കഴിഞ്ഞ അസംബ്ലിയിൽ അതെ. മുനമ്പം ജനതയുടെ ന്യായമായ അവകാശം 10 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന കാര്യമായിട്ടും അത് ചെയ്യാത്ത കേരള സർക്കാരിനെതിരെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം സമരം സംഘടിപ്പിക്കാത്തത്? അത് ന്യായമായ ചോദ്യമാണ്. ഫോർമുല എന്താണെന്ന് അറിയണമല്ലോ. ഫോർമുല പോട്ടെ, ഈ ഫോർമുല ഇത് നടപ്പാക്കാൻ സർക്കാരിന് 10 ദിവസം കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് കഴിയും. എന്നിട്ടും സർക്കാർ ചെയ്യുന്നില്ലെങ്കിൽ മുനമ്പംകാർക്ക് വേണ്ടി പ്രതിപക്ഷം സർക്കാരിനെതിരെ സമരം ചെയ്യണ്ടേ? അതെന്താ ചെയ്യാത്തത്? ഈ വി ഡി സതീശൻ പറയണത് നമ്മുടെ കുതിരവട്ടം പപ്പ് പറയില്ലേ, ഇപ്പൊ ശരിയാക്കി തരാന്ന് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കി തരാം. അതാണ് ഈ പറയുന്നത്. ആ കുതിരവട്ടം പപ്പിന്റെ റോളാണ് അദ്ദേഹം കളിക്കുന്നത്. അതുകൊണ്ടാണ് ജനം ഇത് ഇത്ര വ്യക്തമായിട്ട് ഈ ചോദ്യം ചോദിക്കുന്നത്. പിന്നെ മാത്രമല്ല UDFും LDFും എല്ലാവരും കൂടി ഈ അമെൻമെൻറ്റിനെ എതിർക്കുന്നു. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഇങ്ങനെ ഈ ഒരൊറ്റ പ്രഖ്യാപനം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയുന്ന പോലെയാണ് ഈ 10 മിനിറ്റ്. അല്ലാതെ 10 മിനിറ്റിന് വേറെ യാതൊരു പ്രസക്തിയില്ല. ഫോർമുല ചോദിച്ചാലോ അല്ലെങ്കിൽ അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, വേറെ ഒന്നുമില്ല. ഇപ്പം ശരിയാക്കി തരലാണ് ഈ പറയുന്ന 10 മിനിറ്റ്, അല്ലാതെ അതിൽ കഴിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വേറൊരു ചോദ്യം കൂടി അവർ ചോദിച്ചിട്ടുണ്ട്. ഈ MA നിസാർ കമ്മീഷൻ്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് കിട്ടാനില്ല, പൊതുജനങ്ങൾക്ക് കാണാനായിട്ട്. ഇപ്പോൾ അത് രഹസ്യരേഖയാണ്. ആ രേഖയാണ്. അത് പ്രസിദ്ധപ്പെടുത്താൻ കഴിയുമോ, അതിൻ്റെ സമ്പൂർണ്ണ രേഖ ജനങ്ങൾക്കൊന്ന് കാണാൻ കഴിയുമോ എന്നും കൂടി അവർ വളരെ വിനയപൂർവ്വം. വലിയ അപകടം എന്നോട് ഈ ജോഷി മയ്യാറ്റിൽ അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് 22 or 25 താഴെ പ്രോപ്പർട്ടീസ് നിസാർ കമ്മീഷൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വക്കഫിൻ്റെയാണ് ഈ മുനമ്പം മാത്രമല്ല. അതിൽ 15ാമത്തെയോ 16ാമത്തെയോ ആയിരുന്നു മുനമ്പം ഭൂമി. അത് പെട്ടെന്ന് എങ്ങനെ ബാക്കിയുള്ളതൊന്നും തൊടാതെ മുനമ്പം മാത്രം പെട്ടെന്ന് ചാടി വന്നു, ഇഷ്യൂ ആയി. വഖഫ് ബോർഡ് അതിന് മാത്രം നോട്ടീസ് അയച്ചു. അതെന്തുകൊണ്ട് സംഭവിച്ചു? അങ്ങനെ സീനിയോറിറ്റി അനുസരിച്ച് 1, 2, 3 ചെയ്യേണ്ടത്. അത് എന്നോട് വേറൊരാൾ, ഞാൻ ഈ സംശയം നമ്മുടെ മുമ്പൊരു സംഭാഷണത്തിൽ, മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, അതിന് കാരണം മുനമ്പം 15ാമത് കിടന്ന മുനമ്പം മനപ്പൂർവ്വം എടുത്തതാണ്. കാരണം 1ാമത്തെ 2ാമത്തെ എടുത്ത കേരളം ചിലപ്പോൾ കത്തും. അതുപോലെ വളരെ സെൻസിറ്റീവായ ചില പ്രദേശങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്ന വിവരമാണ് 1ാമത്തെയും 2ാമത്തെയും പേരുകൾ. അപ്പോൾ ഒരാൾ പറഞ്ഞു ചിലപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം വരെ ആയിരിക്കാം. ഇത് വെറുതെ സ്പെക്കുലേഷൻ ആണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്താ ക്ലെയിം ചെയ്യാത്ത? കാരണം ഇതൊക്കെ ക്ലെയിം ആയിരിക്കാം. അതുപോലെ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലം ആയിരിക്കാം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു അതിന് കാരണമില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ശ്രീപത്മനാഭൻ്റെയാണ് ഇവിടെ ആലുവ വരെ. കാരണം മഹാരാജാവ് മാർത്താണ്ഡവർമ്മ ശ്രീപത്മനാഭന് ഭൂമി ദാനം ചെയ്തു. എന്നിട്ട് പത്മനാഭദാസനായിട്ടാണ് രാജ്യം ഭരിച്ചത് തിരുവിതാംകൂർ രാജാക്കന്മാർ. അതുകൊണ്ടൊരു ശ്രീപത്മനാഭ ബോർഡ് ഉണ്ടാക്കിയാൽ ഈ മുനമ്പം ഉൾപ്പെടെ ആലുവ വരെയുള്ള അങ്കമാലി വരെ MC റോഡ് അങ്ങനെയാണല്ലോ. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് വരാൻ വേണ്ടി ഉണ്ടാക്കിയ റോഡാണ് MC റോഡ്. അങ്കമാലി വരെ തിരുവിതാംകൂറിൻ്റെ കീഴിൽ വരും. അപ്പം ഈ മുനമ്പം ഒന്നും ഉണ്ടാവില്ല. ഒരു പത്മനാഭ ബോർഡ് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രമായിരിക്കില്ല. പക്ഷേ സമീപം അടുത്ത് നോട്ടീസ് കിട്ടിയ പ്രദേശമാണ് ചാവക്കാട്. ചാവക്കാട് ഭാഗത്ത് നോട്ടീസ് കിട്ടി. അപ്പോൾ ഗുരുവായൂർ അമ്പലം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ വളരെ ഇതിനേക്കാൾ കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ചില പേരുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 15ാം നടന്ന് മുനമ്പം എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് അത് തർക്കമുണ്ടല്ലോ, വക്കഫല്ല എന്നുള്ള തർക്കവും കൂടെ ഉള്ളതുകൊണ്ട് പിന്നീട് അത് സെറ്റിൽ ചെയ്ത് പോയാൽ ഞങ്ങൾ ഇത് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ഭൂമി ആദ്യം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്, കീഴ്വഴക്കം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ടെസ്റ്റ് ഡോസായിട്ട് എടുത്തതാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ഇത് കേട്ടുകഴിവിയാണ്, ഒരാധികാരികതയില്ല, ഒരു രേഖയും ഇല്ല. പക്ഷേ നമ്മൾ കാരണം രേഖയില്ലാത്ത എന്തുകൊണ്ടാണ് നിസാർ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല. സർക്കാർ ഇത് പുറത്തുവിട്ടില്ലെങ്കിൽ ആളുകൾ ഈ പറയുന്ന പോലെ അതിനകത്ത് മുനമ്പം മാത്രമല്ല ഗുരുവായൂർ അമ്പലമുണ്ട്, ചോറ്റാനിക്കര അമ്പലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കഥകളുണ്ടാക്കാൻ അവസരം ഉണ്ടാവും. അതിപ്പോൾ സമ്പൂർണ്ണ റിപ്പോർട്ട് നമ്മൾ കാണണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കണോ വേണ്ടെന്നുള്ളതിനെ പറ്റി ഒരു കമ്മീഷൻ വെക്കാന്ന് പിണറായി. അതെ അല്ല, ഇല്ല കാണിച്ചില്ലെങ്കിൽ കുഴപ്പമെന്നറിയോ, ആളുകൾക്ക് ഈ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റും. ഗുരുവായൂർ അമ്പലം വക്കഫിൻ്റെയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശബരിമല വാവർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ശബരിമല വക്കഫിൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് റിപ്പോർട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള അവസരം ഉണ്ടാവാതെ സർക്കാർ ആ റിപ്പോർട്ട് പുറത്തു വിടുകയാണ് വേണ്ടത്. ശരി, അടുത്തത് സാറേ. അപ്പോൾ ഇതാണ് ഈ 4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നുകൂടെ ഒരു കാരണം കൂടെ കണ്ടു, സാർ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഇവരുടെ 5ാമത്തെ പോയിന്റ് അവർ പറയുന്നുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. വഖഫ് അസറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഓഫ് ഇന്ത്യ. അതൊരു വെബ്സൈറ്റാണ്. നമ്മൾ അതിലേക്ക് കയറിയാൽ നമുക്ക് ഇന്ത്യയിലെ മുഴുവൻ ഭൂമി എവിടെയൊക്കെ ആരുടെയൊക്കെ വഖഫിൻ്റെ ആണ് എന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. എന്ന സർക്കാരിൻ്റെ ഔദ്യോഗിക സൈറ്റിൽ വിശദ വിവരങ്ങൾ ലഭ്യമല്ലാത്ത ആയിരക്കണക്കിന് സ്ഥലനാമങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഇപ്പം ചെല്ലാനം എന്നും മാത്രം ഇട്ടിരിക്കുക.
ചെല്ലാനം മാത്രമേ ഇട്ടിട്ടുണ്ട്. ചെല്ലാനത്ത് അപ്പോൾ ഏത് ഭൂമി, അതോ ചെല്ലാനം മുഴുവനാണോ, ഇങ്ങനെ കുറേ പേരുകൾ ഈ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം മലയാളികളുടെ മനസ്സിൽ വിതയ്ക്കുന്ന ആശങ്കകൾ എത്ര ഭീമമാണെന്ന് തിരിച്ചറിയാൻ താങ്കളെ പോലെയുള്ള രാഷ്ട്രീയക്കാർക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം വേറെ നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ട് എല്ലാവരും പോയി സൈറ്റിൽ നോക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ആ സൈറ്റിലേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. സൈറ്റിലേക്കുള്ള എൻട്രി ഇവർ ബാൻ ചെയ്തു, വിലക്കി, റെസ്ട്രിക്റ്റഡ് ആക്കി. ഇപ്പോൾ അത് മാറിയോന്നറിയില്ല, ഈ റീസെൻറ്റ് ഡേയ്സിൽ നമ്മൾ നോക്കിയിട്ടില്ല. അപ്പം വഖഫിൻ്റെ ഈ സൈറ്റിൽ, ഈ വെബ്സൈറ്റിൽ പലയിടത്തും സ്ഥലങ്ങൾ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. ചാവക്കാടൊക്കെ നേരിട്ട് കൊടുത്തു. ഇപ്പം ചെല്ലാനം ഉദാഹരണം, ചെല്ലാനം എഴുതിയിട്ടുണ്ട്. ചെല്ലാനം വഖഫിൻ്റെയാണ്. ചെല്ലാനത്തെ ഭൂമി മുഴുവനാണോ, ചെല്ലാനത്തെ ഏതെങ്കിലും പ്രദേശമാണോ, ചെല്ലാനത്ത് ഒറ്റ മുസ്ലിം കുടുംബം പോലും താമസിക്കാത്ത സ്ഥലം കൂടിയാണെന്നുള്ള ഓർക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ ദുരൂഹതകൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടാണ് സാറ് പറഞ്ഞതുപോലെ മുനമ്പത്തെ ജനത ഒരു തുറന്ന കത്ത് പ്രതിപക്ഷ നേതാവിന് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹം അവിടെ വന്ന 51-ാം ദിവസം തിങ്കളാഴ്ച കൊടുത്തതാണ്. ഇന്നിപ്പം വ്യാഴാഴ്ച കഴിയുന്നു. വി.ഡി. സതീശൻ കണ്ടിട്ടേ ഇല്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഇനിയൊട്ട് അറിയാനും പോകുന്നില്ല. ഇനിയിപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തിന് കാഴ്ചശക്തി ഉണ്ടാവില്ല, കേൾവി ശക്തി ഉണ്ടാവില്ല, മിണ്ടാനും പറ്റില്ല, ബോധവും ഉണ്ടാവില്ല. ഏതായാലും മുനമ്പത്ത് ഒരു സന്ദർശന നാടകം നടത്തിയ സതീശനോടും കൂട്ടുകാരോടും അഭിനയം ബഹുജോറായിരുന്നു എന്ന് പറയാം. സിനിമയിലെ ചാൻസ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.